third module എന്ന് പറയുന്നത് measurement of circuit parameters using bridges, high voltage and high current measurements ആണ്. അതിൽ ആദ്യം നമ്മൾ ഡീൽ ചെയ്യുന്ന റെസിസ്റ്റൻസ് മെഷർമെന്റ് ആണ്. ഈ റെസിസ്റ്റൻസുകളെ അവരുടെ വാല്യൂവിനെ ബേസ് ചെയ്ത് നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ലോ റെസിസ്റ്റൻസ്, മീഡിയം റെസിസ്റ്റൻസ് ആൻഡ് ഹൈ റെസിസ്റ്റൻസ്. അവരുടെ വാല്യൂ ഒരു ഓമിനെക്കാട്ടിയും കുറവാണ് എന്നുണ്ടെങ്കിൽ ലോ റെസിസ്റ്റൻസ് എന്നും, ഒരു ഓമിന്റെയും 100 കിലോ ഓമിന്റെ ഇടയിലാണെങ്കിൽ മീഡിയം റെസിസ്റ്റൻസ് എന്നും, 100 കിലോ ഓമിനും മുകളിലാണെങ്കിൽ ഹൈ റെസിസ്റ്റൻസ് എന്നും പറഞ്ഞാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ലോ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മളുടെ കോണ്ടാക്ട് സ്വിച്ചസ് അതൊക്കെയാണ് ലോ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന മീഡിയം റെസിസ്റ്റൻസ് ആണ്. നമ്മുടെ ഇലക്ട്രോണിക് സർക്യൂട്ട്സ്, കാർബൺ റെസിസ്റ്റേഴ്സ് അതൊക്കെ മീഡിയം റെസിസ്റ്റൻസ് ആണ്. ആൻഡ് ഹൈ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻസുലേഷൻ വയറുകളൊക്കെയാണ് ഈ ഹൈ റെസിസ്റ്റൻസിൽ വരുന്നത്. നമ്മുടെ ഈ റെസിസ്റ്റൻസ് മെഷർമെന്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എർത്തിന്റെ റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് ഈ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെത്തേഡ്സ് ഉണ്ട്. ആദ്യം നമ്മൾ ഡീൽ ചെയ്യുന്ന മീഡിയം റെസിസ്റ്റൻസ് ആണ്. മീഡിയം റെസിസ്റ്റൻസിൽ തന്നെ അമ്മീറ്റർ വോൾട്ട് മീറ്റർ മെത്തേഡ്. ഇതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ്. അതായത് നമ്മൾ ഒരു റെസിസ്റ്റൻസിന്റെ അക്രോസ് ഒരു അമ്മീറ്ററിനെയും വോൾട്ട് മീറ്ററിനെയും കണക്ട് ചെയ്യുന്നു, അവർ തരുന്ന വാല്യൂസ് എടുക്കുന്നു, സിംപ്ലി V/I ചെയ്യുമ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് വാല്യൂ കിട്ടുന്നു. ഈ ഒരു പർട്ടിക്കുലർ മെത്തേഡ് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഫിഗറിൽ കാണുന്ന പോലെ ആദ്യം നമ്മൾ റെസിസ്റ്ററിനെ അമ്മീറ്ററിന് സീരീസിൽ കൊടുക്കും, എന്നിട്ട് വോൾട്ട് മീറ്ററിനെ അവർക്ക് അക്രോസ് കണക്ട് ചെയ്യും. അല്ലെങ്കിൽ ആദ്യം റെസിസ്റ്റൻസിന്റെ അക്രോസ് വോൾട്ട് മീറ്ററിനെ കണക്ട് ചെയ്യും, എന്നിട്ട് അമ്മീറ്ററിനെ അതിന് സീരീസിൽ കൊടുക്കും. അപ്പോൾ ഈ രണ്ട് മെത്തേഡിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ഉണ്ടാകുന്ന എററിന്റെ വ്യത്യാസമാണ്. നമുക്ക് രണ്ട് മെത്തേഡും നോക്കാം. ഫസ്റ്റ് മെത്തേഡിൽ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം അമ്മീറ്ററിനെ സീരീസിൽ കൊടുത്തിട്ട് അവർക്ക് അക്രോസ് വോൾട്ട് മീറ്ററിനെ കൊടുക്കും. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ മെത്തേഡിൽ ഈ അമ്മീറ്റർ തരുന്ന കറണ്ടിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ റെസിസ്റ്റൻസിൽ കൂടെ പോകുന്ന കറണ്ട് തന്നെയായിരിക്കും. പക്ഷേ ഈ വോൾട്ട് മീറ്റർ തരുന്ന വോൾട്ടേജിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ അമ്മീറ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് പ്ലസ് റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ മെഷേർഡ് വാല്യൂ ആയ R1 എന്ന് പറയുന്നത് VA + VR/I ആവും. ദാറ്റ് ഈസ് അത് ചെയ്തു വരുമ്പോൾ നമുക്ക് R1 മെഷേർഡ് വാല്യൂ എന്ന് പറയുന്ന RA + R ആണ്. ഇവിടെ R എന്ന് പറയുന്നതാണ് നമ്മുടെ റെസിസ്റ്റന്റ് ട്രൂ വാല്യൂ. അപ്പം നമ്മുടെ ട്രൂ വാല്യൂ എന്ന് പറയുന്ന മെഷേർഡ് വാല്യൂ മൈനസ് റെസിസ്റ്റൻസ് ഓഫ് ദ അമ്മീറ്റർ ആണ്. അപ്പോൾ ഇവിടെ മെഷേർഡ് വാല്യൂവും ട്രൂ വാല്യൂവും തമ്മിലുള്ള ഒരു വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാകുന്ന റിലേറ്റീവ് എറർ എന്ന് പറയുന്നത് മെഷേർഡ് വാല്യൂ മൈനസ് ട്രൂ വാല്യൂ ബൈ ട്രൂ വാല്യൂ, അതായത് RA/R എന്ന് നമുക്ക് കിട്ടും. അതായത് there is a relative error. ഇവിടെ ട്രൂ വാല്യൂ മെഷേർഡ് വാല്യൂ തമ്മിലൊരു വ്യത്യാസം ഉള്ളതുകൊണ്ട് തന്നെ ഒരു എറർ ഇവിടെ ഉണ്ടാവുന്നുണ്ട്. അപ്പം നമുക്ക് ഈ എറർ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ റെസിസ്റ്റൻസിന്റെ വാല്യൂ ഈ അമ്മീറ്റർ റെസിസ്റ്റൻസിനെ കാട്ടിയും വളരെ വളരെ കൂടുതലായിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്കുണ്ടാകുന്ന എറർ അവിടെ കുറവായിരിക്കും ഈ ഒരു സിറ്റുവേഷനിൽ. ഇനി നമ്മൾ സെക്കൻഡ് മെത്തേഡ് പ്രകാരം റെസിസ്റ്ററിനെ കണക്ട് ചെയ്യുകയാണെങ്കിൽ, അതായത് ആദ്യം വോൾട്ട് മീറ്ററിനെ റെസിസ്റ്റൻസിന് അക്രോസ് കണക്ട് ചെയ്തിട്ട് പിന്നെ അമ്മീറ്ററിനെ സീരീസിൽ കൊടുക്കുകയാണെങ്കിൽ ഈ വോൾട്ട് മീറ്റർ തരുന്ന വോൾട്ടേജ് വാല്യൂ എന്ന് പറയുന്നത് ഈ റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള വോൾട്ടേജ് വാല്യൂ തന്നെയായിരിക്കും. പക്ഷേ അമ്മീറ്റർ തരുന്ന കറണ്ടിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ വോൾട്ട് മീറ്ററിൽ കൂടെ പോകുന്ന കറണ്ടിന്റെ വാല്യൂ പ്ലസ് ഈ റെസിസ്റ്ററിൽ കൂടെ പോകുന്ന കറണ്ടിന്റെ വാല്യൂ ആയിരിക്കും. അതായത് ഇവിടുത്തെ നമ്മുടെ മെഷേർഡ് വാല്യൂ ആയ R2 എന്ന് പറയുന്നത് V/IV + IR ആണ്. സോ അത് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടും ഇറ്റ് ഇസ് R/1 + R/RV. ഇവിടെ RV എന്ന് പറയുന്നത് ഈ വോൾട്ട് മീറ്ററിന്റെ റെസിസ്റ്റൻസ് ആണ്. നമ്മൾ ഐഡിയൽ സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ ഈ RV എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആവണം. അപ്പോൾ ഇത് ഇൻഫിനിറ്റി ആവുന്നതുകൊണ്ട് ഈ ഒരു പർട്ടിക്കുലർ ടേം 0 ആയി പോയി ഇത് R നമുക്ക് കിട്ടും. പക്ഷേ പ്രാക്ടിക്കൽ സിറ്റുവേഷൻസിൽ അങ്ങനെ അല്ലാത്തത് കൊണ്ട് തന്നെ there is an error. സോ നമ്മുടെ ട്രൂ വാല്യൂ എന്ന് പറയുന്നത് R2, that is measured value into 1 + R2/RV എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടുത്തെയും റിലേറ്റീവ് എറർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് -R/RV എന്ന് കിട്ടും. ആൻഡ് ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് റിലേറ്റീവ് എറർ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ റെസിസ്റ്റൻസിന്റെ വാല്യൂ വോൾട്ട് മീറ്ററിന്റെ റെസിസ്റ്റൻസിനെ കാട്ടിയും വളരെ കുറവായിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റിലേറ്റീവ് എറർ കുറയ്ക്കാം. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ വരികയാണ്, നമ്മൾ ഏത് മെത്തേഡ് ചെയ്യണം? ഫസ്റ്റ് മെത്തേഡിൽ കണക്ട് ചെയ്യണോ അതോ സെക്കൻഡ് മെത്തേഡിൽ കണക്ട് ചെയ്യണോ ഈ റെസിസ്റ്റൻസിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്? അപ്പം അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു മെത്തേഡ് യൂസ് ചെയ്യും. ദാറ്റ് ഇസ് there is a പർട്ടിക്കുലർ മെത്തേഡ് ഇത് കണ്ടുപിടിക്കാനായിട്ട്. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ രണ്ട് റിലേറ്റീവ് എറർ ഉണ്ടല്ലോ, ഫസ്റ്റ് സിറ്റുവേഷനിലെ റിലേറ്റീവ് എറർ RA/R ആയിരുന്നു ആൻഡ് സെക്കൻഡ് മെത്തേഡിലാവുമ്പോൾ അത് R/RV ആയിരുന്നു. ഈ രണ്ട് റിലേറ്റീവ് എററുകളെയും നമ്മൾ
ഈക്വൽ ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് അവിടുത്തെ ട്രൂ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പം നമുക്കതിനെ √RV/RA എന്ന് കിട്ടും. ഇപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യനിൽ അമ്മീറ്ററിന്റെ റെസിസ്റ്റൻസും വോൾട്ട് മീറ്ററിന്റെ റെസിസ്റ്റൻസും ട്രൂ വാല്യൂ ഓഫ് റെസിസ്റ്റൻസും തന്നിട്ട് ഫസ്റ്റ് മെത്തേഡ് ആണോ സെക്കൻഡ് മെത്തേഡ് ആണോ സ്യൂട്ടബിൾ മെത്തേഡ് എന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഈ ഒരു വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം, √RV/RA എന്ന് പറയുന്നത്. എന്നിട്ട് ഈ കിട്ടുന്ന വാല്യൂ നമ്മുടെ റെസിസ്റ്റൻസിന്റെ ട്രൂ വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യണം. നമ്മുടെ റെസിസ്റ്ററിന്റെ വാല്യൂ കൂടുതലാണ്, ഈ പർട്ടിക്കുലർ വാല്യൂവിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ റെസിസ്റ്ററിന്റെ വാല്യൂ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് മെത്തേഡ്, അതായത് ആദ്യം അമ്മീറ്ററിനെ സീരീസിൽ കണക്ട് ചെയ്തിട്ട് വോൾട്ട് മീറ്ററിനെ കണക്ട് ചെയ്യണം. അതായത് ഈ റെസിസ്റ്ററിന്റെ വാല്യൂ കൂടുതലായിരിക്കും, അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ റിലേറ്റീവ് എറർ കുറവായിരിക്കും. നേരെ മറിച്ച് നമുക്ക് കിട്ടുന്ന ഈ വാല്യൂവും റെസിസ്റ്ററിന്റെ വാല്യൂവും കൂടെ കമ്പയർ ചെയ്യുമ്പം റെസിസ്റ്ററിന്റെ വാല്യൂ കുറവാണെന്നുണ്ടെങ്കിൽ വി ഷുഡ് ഗോ ഫോർ ദ സെക്കൻഡ് മെത്തേഡ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന റിലേറ്റീവ് എറർ കുറവായിരിക്കും. അങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ഒരു ഡിവിഷൻ പോയിന്റ് പറയുന്നത്. നൗ മീഡിയം റെസിസ്റ്റൻസ് തന്നെ മെഷർ ചെയ്യാനുള്ള സെക്കൻഡ് മെത്തേഡ് ആണ് വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജ് മെത്തേഡ്. ഈ വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജ് മെത്തേഡ് ആണ് നമ്മൾ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന മെത്തേഡ്. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ 4 റെസിസ്റ്റേഴ്സിനെ ഒരു ബ്രിഡ്ജ് പോലെ കണക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ 4 റെസിസ്റ്റേഴ്സിൽ ഒരു റെസിസ്റ്ററിന്റെ വാല്യൂ ആയിരിക്കും നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ബാക്കി P, Q, S ഒക്കെ നോൺ റെസിസ്റ്റേഴ്സ് ആണ്. ആൻഡ് ഈ എസിനെ നമ്മൾ വേരിയബിൾ റെസിസ്റ്റർ ആക്കി വെക്കും. കാരണം നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ആം DC, അതായത് ഈ ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തേക്കുന്ന ആമിൽ കൂടെയുള്ള കറണ്ട് 0 ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ എസ് എന്ന് പറയുന്ന റെസിസ്റ്റൻസ് വേരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജ് വർക്ക് ചെയ്യുന്നത് ഒരു ബാലൻസിങ് കണ്ടീഷനിലാണ്. അതായത് നമ്മൾ ഈ റെസിസ്റ്റൻസ് വാല്യൂ അഡ്ജസ്റ്റ് ചെയ്ത് ഈ DC എന്ന് പറയുന്ന ആമിൽ കൂടെയുള്ള കറണ്ട് 0 ആക്കുമ്പോൾ ഈ ബ്രിഡ്ജ് ബാലൻസ് ആവും. ഈ ബ്രിഡ്ജ് ബാലൻസ് ആവുക എന്ന് വെച്ചാൽ ഈ IG, ദാറ്റ് ഇസ് ഗാൽവനോമീറ്ററിൽ കൂടെയുള്ള കറണ്ട് 0 ആണെന്നാണ് അതിനർത്ഥം. സോ അങ്ങനെ ആയി കഴിയുമ്പോൾ ഈ I1 ആൻഡ് I3 എന്ന് പറയുന്ന കറണ്ടുകൾ ഈക്വൽ ആവും. അതേപോലെ I2 ആൻഡ് I4 എന്ന് പറയുന്ന കറണ്ടുകളും ഈക്വൽ ആവും. ആൻഡ് ഓൾസോ ഈ AD എന്ന് പറയുന്ന പൊട്ടൻഷ്യലും AC എന്ന് പറയുന്ന പൊട്ടൻഷ്യലും സെയിം ആയിരിക്കും. കാരണം ഇതിലേക്കൂടെയുള്ള കറണ്ട് 0 ആവുമ്പം ഈ Dയിലെയും Cയുടെയും പൊട്ടൻഷ്യൽ സെയിം ആയി മാറും. സോ ADയും AC-യും പൊട്ടൻഷ്യൽസ് ഈക്വൽ ആവുന്നതുകൊണ്ട് തന്നെ നമുക്ക് I1P is equal to I2R എന്ന് പറയാൻ പറ്റും. ആൻഡ് നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ലൂപ്പ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് I1 വിച്ച് ഇസ് ഈക്വൽ ടു I3 എന്ന് പറയുന്നത് E/P+Q ആണെന്ന് പറയാം. സിമിലർലി നമ്മൾ ഈ ലൂപ്പ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് I2 വിച്ച് ഇസ് ഈക്വൽ ടു I4 എന്ന് പറയുന്നത് E/R+S എന്നും പറയാം. ആൻഡ് ഇത് നമ്മുടെ ഈ ഫസ്റ്റ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇയും ക്യാൻസൽ ആയി പോയിട്ട് നമ്മൾ അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പം നമ്മുടെ അൺനോൺ റെസിസ്റ്റൻസ് ആയ R എന്ന് പറയുന്നത് P/Q × S എന്ന് പറയും. ഇവിടെ Pൻ്റെയും Qൻ്റെയും Sൻ്റെയും ഒക്കെ വാല്യൂ നമുക്ക് അറിയാവുന്നതുമായിരിക്കും. സോ അങ്ങനെ നമുക്ക് അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഈ മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മളുടെ എററുകളൊന്നും ഉണ്ടാവുന്നില്ല. നമ്മളിവിടെ മെഷർമെൻറ്റ് ടൂൾസ് അമ്മീറ്റർ, വോൾട്ട് മീറ്റർ അങ്ങനെയുള്ള മീറ്ററുകളൊന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് തന്നെ ഈ മീറ്റർ കാരണമുള്ള എററുകളൊന്നും ഉണ്ടാവുന്നില്ല. ആൻഡ് നമ്മുടെ ബാലൻസിങ് പോയിന്റിൽ ഇറ്റ് ഇസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി സപ്ലൈഡ് EMF. അതുകൊണ്ട് അങ്ങനത്തെ എററുകളും ഉണ്ടാവുന്നില്ല. സോ ഇത് മീഡിയം റെസിസ്റ്റൻസ് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ കോമൺ ആയിട്ട് ലാബിലൊക്കെ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഈ വീറ്റ്സ്റ്റൺസ് ഡബിൾ ബ്രിഡ്ജ് മെത്തേഡ്. ഇനി ഈ വീറ്റ്സ്റ്റൺസ് ഡബിൾ ബ്രിഡ്ജ് മെത്തേഡിന് കുറച്ച് ഡിസഡ്വാൻറ്റേജുകളുണ്ട്. നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ മെത്തേഡ് ഉപയോഗിക്കുമ്പം ഈ റെസിസ്റ്റൻസുകളുടെ വാല്യൂ നമ്മളിപ്പോൾ നോൺ റെസിസ്റ്റേഴ്സ് ആയിട്ട് കരുതുന്ന ഈ P, Q, Sൻ്റെ ഒക്കെ വാല്യൂ ശരിക്കും ആക്യുറേറ്റ് ആവണമെന്നില്ല പ്രാക്ടിക്കൽ സിറ്റുവേഷനിൽ. അപ്പോൾ അത് കാരണം നമ്മൾ മെഷർ ചെയ്യുന്ന റെസിസ്റ്റൻസിൻ്റെ വാല്യൂവിലും എററുകൾ ഉണ്ടാവാം. ആൻഡ് അതേപോലെ നമ്മുടെ ഈ ബാലൻസ് പോയിന്റ് ഗാൽവനോമീറ്റർ കറക്റ്റ് 0 കാണിക്കുന്ന പോയിന്റ് 0 എറർ അങ്ങനെ എന്തെങ്കിലും എററുകൾ ഉണ്ടെങ്കിൽ പിന്നെ അവിടെ ഇനാക്യുറസികൾ ഉണ്ടാവും. ആൻഡ് അതേപോലെ ഈ റെസിസ്റ്റൻസുകളിൽ സെൽഫ് ഹീറ്റിംഗ് ഉണ്ടാവും. സെൽഫ് ഹീറ്റിംഗ് ഉണ്ടാവുന്ന കാരണം പിന്നെയും റെസിസ്റ്റൻസ് വാല്യൂവിൽ മാറ്റം വരും. ആൻഡ് നമ്മുടെ ഈ ബ്രിഡ്ജ് സർക്യൂട്ട് ഗാൽവനോമീറ്ററിൻ്റെ കണക്ഷൻ പോയിന്റുകളിലൊക്കെ തെർമൽ EMF ജനറേറ്റ് ചെയ്യും. അത് കാരണവും മെഷർമെൻറ്റിൽ എറർ ഉണ്ടാവും. ആൻഡ് ഓൾസോ ഈ റെസിസ്റ്റൻസിൻ്റെ കോണ്ടാക്റ്റുകളിൽ ഒരു പർട്ടിക്കുലർ റെസിസ്റ്റൻസ് വാല്യൂ ഉണ്ടാവും. കോണ്ടാക്ട്സിലും ലീഡ്സിലും ഒക്കെ ഉള്ള ഈ റെസിസ്റ്റൻസ് കാരണവും എററുകൾ ഉണ്ടാവും. പക്ഷേ ഈ എററുകൾ നമ്മളുടെ മീഡിയം റെസിസ്റ്റൻസ് മെഷർ ചെയ്യുമ്പം വലുതായിട്ട് അറിയില്ല. കാരണം നമ്മുടെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഈ ലീഡിൻ്റെയും കോണ്ടാക്റ്റിൻ്റെയും ഒക്കെ റെസിസ്റ്റൻസ് വാല്യൂവിനെ അപേക്ഷിച്ച് വളരെ കുറവാണ്. അപ്പോൾ അത് നെഗ്ലിജിബിൾ ചെയ്ത് കളയാം. പക്ഷേ നമ്മൾ ലോ റെസിസ്റ്റൻസുകൾ മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുമ്പം ഈ പർട്ടിക്കുലർ ലീഡിൻ്റെയും കോണ്ടാക്റ്റിൻ്റെയും റെസിസ്റ്റൻസുകളും കയറി വന്ന്
എററുകൾ കൂടുതൽ വലുതായി മാറും. സോ നമുക്ക് വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജ് മീഡിയം റെസിസ്റ്റൻസിനെ യൂസ് ചെയ്യാവൂ. ലോ റെസിസ്റ്റൻസുകൾ മെഷർ ചെയ്യാനായിട്ട് നമ്മളിത് ഉപയോഗിക്കാൻ പറ്റത്തില്ല, കാരണം എറർ കൂടും. അടുത്ത് നമ്മൾ പറയുന്നത് ലോ റെസിസ്റ്റൻസ് മെഷർമെന്റ് ആണ്. ലോ റെസിസ്റ്റൻസ് മെഷർമെന്റിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് 4 ടെർമിനൽ മെഷർമെന്റ് ആണ്. അതായത് നമുക്ക് രണ്ട് കറന്റ് ടെർമിനൽ C1 C2 ആൻഡ് രണ്ട് പൊട്ടൻഷ്യൽ ടെർമിനൽസ് V1 V2 ഉണ്ട്. കറന്റ് ടെർമിനൽസ് ആണ് നമ്മൾ കറന്റ് പാസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. പൊട്ടൻഷ്യൽ ടെർമിനൽസ് ആണ് വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ ഇങ്ങനെ 4 ടെർമിനൽസ് ഉപയോഗിക്കുന്നതിന്റെ ഫലമായിട്ട് നമുക്ക് കോണ്ടാക്ട് റെസിസ്റ്റൻസ് കാരണമുള്ള എഫക്റ്റും അതേപോലെ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് കാരണമുള്ള എററുകളും ഒക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതായത് ഈ വോൾട്ട് മീറ്റർ തരുന്ന കറണ്ട് എന്ന് പറയുന്ന ഈ വോൾട്ട് മീറ്റർ തരുന്ന വോൾട്ടേജ് റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള വോൾട്ടേജ് മാത്രമായിരിക്കും. ആൻഡ് അമ്മീറ്റർ തരുന്ന കറണ്ട് എന്ന് പറയുന്നത് ഈ റെസിസ്റ്ററിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ആയിരിക്കും. വോൾട്ട് മീറ്റർ ഡ്രോ ചെയ്യുന്ന കറണ്ട് വളരെ നെഗ്ലിജിബിൾ ആയിരിക്കും. സോ ഇതാണ് അമ്മീറ്റർ വോൾട്ട് മീറ്റർ മെത്തേഡ് ഫോർ ലോ റെസിസ്റ്റൻസ്. സിംപ്ലി V/I ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ലോ റെസിസ്റ്റൻസിന്റെ വാല്യൂ കിട്ടും. ഇനി മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നതാണ് കെൽവിൻസ് ഡബിൾ ബ്രിഡ്ജ് മെത്തേഡ്. ഇവിടെ നമുക്ക് രണ്ട് സെറ്റ് ഓഫ് റേഷ്യോസ് ഉണ്ട്. ദാറ്റ് ഇസ് ദിസ് ക്യാപിറ്റൽ P ആൻഡ് ക്യാപിറ്റൽ Q, അതേപോലെ സ്മോൾ p യും സ്മോൾ q. സോ ഇതുകൊണ്ടാണ് ഇവിടെ രണ്ട് സെറ്റ് ഓഫ് റേഷ്യോസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ കെൽവിൻസ് ഡബിൾ ബ്രിഡ്ജ് എന്നാണ് വിളിക്കുന്നത്. സോ ഇവിടെ ഈ ക്യാപിറ്റൽ X ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള അൺനോൺ ലോ റെസിസ്റ്റർ. ഈ S ആണ് സ്റ്റാൻഡേർഡ് ലോ റെസിസ്റ്റർ. ഈ R എന്ന് പറയുന്ന ഇവരെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ലീഡാണ്. ഇതിന്റെ റെസിസ്റ്റൻസ് ഉണ്ടാവും, അതാണ് സ്മോൾ r കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദിസ് RB ആണ് നമ്മുടെ റെഗുലേറ്റിംഗ് റിയോസ്റ്റാറ്റ്. ഇത് അഡ്ജസ്റ്റ് ചെയ്താണ് നമ്മൾ ഗാൽവനോമീറ്ററിൽ കൂടെയുള്ള കറണ്ടിനെ സീറോ ആക്കുന്നത്. സോ ഈ ഗാൽവനോമീറ്ററിൽ കൂടെയുള്ള കറണ്ട് സീറോ ആവുന്ന സിറ്റുവേഷനിൽ ഈ ക്യാപിറ്റൽ B ബൈ ക്യാപിറ്റൽ Q എന്ന റേഷ്യോ സ്മോൾ p ബൈ സ്മോൾ q എന്ന റേഷ്യോയിന് ഈക്വൽ ആയിരിക്കും. ആൻഡ് ഈ ബാറ്ററി സോഴ്സ് ആയിരിക്കും കറണ്ട് സപ്ലൈ ചെയ്യുന്നത്. ആൻഡ് ഈ റെഗുലേറ്റിംഗ് റിയോസ്റ്റാറ്റ് ഉപയോഗിച്ച് നമ്മൾ അതിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഗാൽവനോമീറ്ററിൽ കൂടെയുള്ള കറണ്ട് നമ്മൾ സീറോ ആക്കി അഡ്ജസ്റ്റ് ചെയ്തെടുക്കുന്നത്. സോ വെനെവർ ഗാൽവനോമീറ്ററിലെ കറണ്ട് സീറോ ആകുമ്പോൾ ഈ B എന്ന് പറയുന്ന പോയിന്റിലെയും A എന്ന് പറയുന്ന പോയിന്റിലെയും പൊട്ടൻഷ്യൽസ് ഈക്വൽ ആയി മാറും. അതുകൊണ്ട് തന്നെ നമുക്ക് CB എന്ന പൊട്ടൻഷ്യലും CDA എന്ന് പറയുന്ന പൊട്ടൻഷ്യലും ഈക്വൽ ആകും. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, VCB is equal to VCDA. VCB എന്ന് പറയുന്നത് E into P by P plus Q. ഈ ഒരു പർട്ടിക്കുലർ ലൂപ്പ്, ഈ വെളിയിൽ കാണുന്ന പർട്ടിക്കുലർ ലൂപ്പിൽ നമ്മൾ വോൾട്ടേജ് ഡിവിഷൻ അപ്ലൈ ചെയ്തതാണ്. അതായത് ഈ CB എന്ന് പറയുന്നത് E into P by P plus Q ആണ്. ആൻഡ് VCDA എന്ന് പറയുന്നത് VCD plus DA ആണ്. നമ്മൾ ഇതുവഴിയുള്ള കറണ്ടിനെ I എന്നും ഇതുവഴിയുള്ളതിനെ I2 എന്നും ഇതുവഴിയുള്ളതിനെ I1 എന്നും ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ VCD എന്ന് പറയുന്ന വോൾട്ടേജ് I into X എന്നും VDA എന്ന് പറയുന്ന വോൾട്ടേജ് I2 into P എന്നും എഴുതി. ആൻഡ് ഈ I2നെ നമ്മൾ ഈ ഒരു ബ്രാഞ്ചിൽ കറണ്ട് ഡിവിഷൻ അപ്ലൈ ചെയ്തു. കറണ്ട് ഡിവിഷൻ അപ്ലൈ ചെയ്തിട്ട് I2 എന്ന് പറയുന്നത് I into R by P plus Q plus R എന്ന് എഴുതി. അങ്ങനെ I2 കണ്ടുപിടിച്ചിട്ട് ഈ ഒരു പർട്ടിക്കുലർ ഇക്വേഷനിലേക്ക് അതിനെയും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഇനി സപ്ലൈ വോൾട്ടേജ് ആയ Eനെ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ബ്രാഞ്ച് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ എഴുതും E is equal to VCD plus VDE plus VEF. VCD എന്ന് പറയുന്ന I into X ആണ്. ആൻഡ് EF എന്ന് പറയുന്ന I into S ആണ്. ആൻഡ് VDE എന്ന് പറയുന്നത് I1 into R ആണ്. സോ ഈ I1 എന്ന് പറയുന്നതിനെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് VDE എന്ന് പറയുന്നതിനെ I into P plus Q by P plus Q plus R into R. അവിടെ നമ്മൾ കറണ്ട് ഡിവിഷൻ തന്നെയാണ് അപ്ലൈ ചെയ്തത്. സോ അങ്ങനെ നമ്മൾ E is equal to എന്ന് പറഞ്ഞൊരു എക്സ്പ്രഷൻ കണ്ടുപിടിച്ചു. ആൻഡ് ഈ യുടെ എക്സ്പ്രഷൻ നമ്മൾ ഈ VCBയിലേക്ക് ഇട്ട് കൊടുത്തു. സോ നെക്സ്റ്റ് ആ എക്സ്പ്രഷൻസിനെ നമ്മൾ പരസ്പരം ഇക്വേറ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ എക്സ്പ്രഷനിലേക്ക് എത്തും. ഇതിനെ ഫർദർ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ അൺനോൺ റെസിസ്റ്റൻസ് X എന്ന് പറയുന്നത് P by Q into S plus QR by P plus Q plus R into capital P by capital Q minus small p by small q. നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു ബാലൻസിങ് കണ്ടീഷനിൽ ക്യാപിറ്റൽ P by capital Q എന്ന് പറയുന്നത് സ്മോൾ p by small q ന് ഈക്വൽ ആണെന്ന്. സോ ഈ ഒരു പർട്ടിക്കുലർ ടേം നമുക്ക് അവോയ്ഡ് ചെയ്ത് കളയാം. അപ്പം നമുക്ക് കാണാൻ പറ്റും ഈ കോണ്ടാക്ട് ലീഡിന്റെ റെസിസ്റ്റൻസ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാപിറ്റൽ P by capital Qനെ സ്മോൾ p by small q ന് ഈക്വൽ ആയിട്ട് ഇക്വേറ്റ് ചെയ്യുന്നത്. സോ അങ്ങനെ നമുക്ക് ഫൈനൽ എക്സ്പ്രഷൻ കിട്ടും. നമ്മുടെ അൺനോൺ റെസിസ്റ്റൻസ് X എന്ന് പറയുന്നത് P by Q into S ആണെന്നുള്ളത്.
ഇതാണ് ഹൈ റെസിസ്റ്റൻസ് മെഷർമെന്റ്. ഹൈ റെസിസ്റ്റൻസ് മെഷർമെന്റിന് കുറെ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. ഫസ്റ്റ് ഇസ് ലോ മാഗ്നിറ്റ്യൂഡ് ഓഫ് കറണ്ട്. നമ്മൾ ഹൈ റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്നതുകൊണ്ട് തന്നെ ലോ മാഗ്നിറ്റ്യൂഡ്സ് ഓഫ് കറണ്ട് ആയിരിക്കും ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ആണ് വേണ്ടത്. അടുത്തത് സർഫസ് ലീക്കേജ് കറണ്ട്, അതായത് മോയ്സ്ചർ, ഡസ്റ്റ് എന്നിവയൊക്കെ കൊണ്ട് തന്നെ റെസിസ്റ്ററിന്റെ സർഫസിൽ നമുക്ക് ലോ റെസിസ്റ്റൻസ് പാത്തുകൾ ഉണ്ടായിരിക്കും. സോ ഈ ഹൈ റെസിസ്റ്റൻസ് പാത്ത് ഉപയോഗിക്കുന്നതിന് പകരം കുറച്ച് കറണ്ട് ഈ ലോ റെസിസ്റ്റൻസ് പാത്തിൽ കൂടെ പോകുന്ന കാരണം സർഫസ് ലീക്കേജ് കറണ്ട് ഉണ്ടാവുന്നു. അതേപോലെ ഹ്യൂമിഡിറ്റി, ടെമ്പറേച്ചർ അങ്ങനത്തെ പ്രശ്നങ്ങൾ കൊണ്ടും നമുക്ക് എററുകൾ ഉണ്ടാവും. ഇലക്ട്രോസ്റ്റാറ്റിക് എഫക്ട്സ്, ചാർജിങ് കറണ്ട്, പ്രൊട്ടക്ഷൻ ഓഫ് ഡെലിക്കേറ്റ് ഇൻസ്ട്രുമെന്റ്സ് ഫ്രം ഹൈ ഫീൽഡ്സ്, അങ്ങനെ ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ട്. ഇതിൽ ഈ സർഫസ് ലീക്കേജ് കറണ്ട് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഗാർഡ് സർക്യൂട്ട്സ് ഉപയോഗിക്കാം. സോ സാധാരണ ഇത് നമ്മുടെ ഇൻസുലേറ്റർ ആണ്. നമ്മൾ ഈ ക്യാപിറ്റൽ ആർ കൊണ്ട് മെൻഷൻ ചെയ്യുന്നത് ഈ റെസിസ്റ്റൻസ് ആണ്. ഈ ഇൻസുലേറ്ററിന്റെ ഹൈ റെസിസ്റ്റൻസിനെയാണ് നമ്മൾ ഈ ആർ കൊണ്ട് മെൻഷൻ ചെയ്യുന്നത്. സോ ഒരു ലോ റെസിസ്റ്റൻസ് പാത്ത് ഉണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ വാല്യൂ ഓഫ് കറണ്ട് IL ഈ ലോ റെസിസ്റ്റൻസ് പാത്തിൽ കൂടെ പോകും, ബാക്കി കറണ്ട് ഈ റെസിസ്റ്ററിൽ കൂടെ പോകും. സോ ഈ അമ്മീറ്റർ തരുന്ന റീഡിംഗ് എന്ന് പറയുന്നത് ഈ രണ്ട് കറണ്ടിന്റെയും റീഡിംഗ് ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന റെസിസ്റ്റൻസിന്റെ വാല്യൂയിൽ എറർ ഉണ്ടാവും. പകരം നമ്മൾ ഒരു ഗാർഡ് സർക്യൂട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ, അതായത് നമ്മൾ മറ്റൊരു പാത്ത് ഉപയോഗിച്ച് ഈ ലോ റെസിസ്റ്റൻസ് പാത്തിൽ കൂടെ പോകുന്ന കറണ്ടിനെ, അതായത് ലീക്കേജ് കറണ്ടിനെ നമ്മൾ മറ്റൊരു പാത്തിൽ കൂടെ വിടുകയാണ്. അതായത് ഈ അമ്മീറ്ററിൽ കൂടെ പാസ് ചെയ്യാതെ മറ്റൊരു പാത്തിൽ കൂടെ വിടുന്ന കാരണം അമ്മീറ്റർ തരുന്ന റീഡിംഗ് എന്ന് പറയുന്നത് നമ്മുടെ റെസിസ്റ്ററിൽ കൂടെ പോകുന്ന കറണ്ട് മാത്രമായിരിക്കും. സോ അങ്ങനെ നമുക്ക് ലീക്കേജ് കറണ്ടിന്റെ എഫക്റ്റ് ഇല്ലാതാക്കാൻ പറ്റും. സോ ഇനി നമ്മൾ പറയുന്നത് ലോസ് ഓഫ് ചാർജ് മെത്തേഡ്. അതാണ് ഹൈ റെസിസ്റ്റൻസ് മെഷർമെന്റ് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ്. സോ ഈ പർട്ടിക്കുലർ സർക്യൂട്ട് ഡയഗ്രത്തിൽ കാണുന്ന പോലെയാണ് നമ്മൾ ലോസ് ഓഫ് ചാർജ് മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഇവിടെ C എന്ന് പറയുന്നത് ഒരു കപ്പാസിറ്റർ ആണ്. ആൻഡ് ഇവിടെ R1 കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലീക്കേജ് റെസിസ്റ്റൻസ് ഓഫ് ദ കപ്പാസിറ്റൻസ് ആണ്. ഐഡിയൽ സിറ്റുവേഷനിൽ അങ്ങനെ ഒരു വാല്യൂ ഉണ്ടാവില്ല, പക്ഷെ പ്രാക്ടിക്കൽ സിറ്റുവേഷനിൽ കപ്പാസിറ്റൻസിന് ലീക്കേജ് റെസിസ്റ്റൻസ് ഉണ്ടാവും. R എന്ന് പറയുന്നതാണ് നമുക്ക് മെഷർ ചെയ്യേണ്ട ഹൈ റെസിസ്റ്റൻസ്. ആൻഡ് ഇതാണൊരു വോൾട്ടേജ് സോഴ്സ് ആണ്. ആൻഡ് ഇതൊരു ബാറ്ററി. സോ ആദ്യം നമ്മൾ ഈ സ്വിച്ചിനെ 1ലേക്ക് കണക്ട് ചെയ്തിട്ട് ഈ കപ്പാസിറ്ററിനെ ഈ ബാറ്ററി കൂടെ ചാർജ് ചെയ്യാൻ അനുവദിക്കും. കപ്പാസിറ്റൻസ് ചാർജ് ആയി കഴിഞ്ഞ ശേഷം നമ്മൾ സ്വിച്ച് 2ലേക്ക് കണക്ട് ചെയ്ത ശേഷം ഈ കപ്പാസിറ്ററിനെ ഡിസ്ചാർജ് ചെയ്യാൻ അനുവദിക്കും. അപ്പം R1ലും R കൂടെ ആയിരിക്കും ഈ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യുന്നത്. നമുക്ക് ഈ R1ന്റെയും R-ന്റെയും പാരലൽ കോമ്പിനേഷനെ R' എന്ന് വിളിക്കാം. ആൻഡ് നമ്മൾ ടൈം ടേക്കൺ ഫോർ ദ പൊട്ടൻഷ്യൽ ടു ഫോൾ, അതായത് ചാർജിങ്ങിലെയും ഡിസ്ചാർജിങ്ങിലെയും പൊട്ടൻഷ്യൽ വരുന്ന ചേഞ്ചസ് ഒക്കെ നോട്ട് ചെയ്തിരിക്കണം. സോ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ടിയിലെ കപ്പാസിറ്ററിന്റെ അക്രോസ് ഉള്ള വോൾട്ടേജിനെ V എന്നും ഡിസ്ചാർജ് ചെയ്യുന്ന ചാർജിനെ Q എന്നും കറണ്ടിനെ I എന്നും വിളിച്ചു കഴിഞ്ഞാൽ ദ കറണ്ട് I വിൽ ബി ഈക്വൽ ടു -dq/dt, അതായത് -CdV/dt കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ പ്രകാരം. ആൻഡ് ഓൾസോ I എന്ന് പറയുന്നത് V/R' ആയിരിക്കും ഓംസ് ലോ പ്രകാരം. സോ ഇവരെ തമ്മിൽ ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് dV/V is equal to -dt/CR'. സോ അതിനെ ഇന്റഗ്രേറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ എക്സ്പ്രഷൻ കിട്ടും. V2 is equal to V1 into e raised to -t/CR'. ഇവിടെ നമുക്ക് V2 ഉം V1 ഉം അറിയാം, വോൾട്ട് മീറ്റർ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. T എന്ന് പറയുന്നത് നമ്മൾ നോട്ട് ചെയ്തു. കപ്പാസിറ്റൻസിന്റെ വാല്യൂ നമുക്കറിയാം. അങ്ങനെ നമുക്ക് R' വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നമ്മൾ ഈ R-നെ റിമൂവ് ചെയ്ത് കളയും. നമ്മുടെ റെസിസ്റ്റൻസിനെ റിമൂവ് ചെയ്തിട്ട് ഈ എക്സ്പെരിമെന്റ് ഒന്നുകൂടെ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ R1ന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. നമ്മുടെ എക്സ്പ്രഷൻ അപ്പം V2 is equal to V1 into e raised to -t/CR1 എന്ന് വരും. അങ്ങനെ R1ന്റെ വാല്യൂവും കിട്ടും. R'-ന്റെ വാല്യൂവും R1ന്റെ വാല്യൂവും കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് R-ന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ആസ് R-ഉം R1ന്റെയും പാരലൽ കോമ്പിനേഷൻ ആണ് R'. അങ്ങനെയാണ് നമ്മൾ ലോസ് ഓഫ് ചാർജ് മെത്തേഡ് ഉപയോഗിച്ച് ഹൈ റെസിസ്റ്റൻസിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. ഇതിനെ ലോസ് ഓഫ് ചാർജ് മെത്തേഡ് എന്ന് വിളിക്കാൻ കാരണം നമ്മളിവിടെ കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യുകയും ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്യാണ്. അതായത് ചാർജ് ലോസ് ചെയ്തും ഗെയിൻ ചെയ്തും ഒക്കെയാണ് നമ്മൾ ഈ കണ്ടക്ട് ചെയ്യുന്നത്. അടുത്തതാണ് എർത്ത് റെസിസ്റ്റൻസ്. ശരിക്കും നമ്മുടെ റെസിസ്റ്റൻസ് മെഷർമെന്റിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഈ എർത്തിന്റെ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എർത്ത് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ
കറണ്ട് ഫ്ലോയ്ക്ക് എർത്ത് ഇലക്ട്രോഡ് കൊടുക്കുന്ന റെസിസ്റ്റൻസിനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് ഓഫ് ദ എർത്ത് അഥവാ എർത്ത് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ശരിക്കും നമ്മൾ ഇലക്ട്രോഡും നമ്മൾ ഫിക്സ് ചെയ്യുന്ന ഒരു സീറോ പൊട്ടൻഷ്യൽ പോയിന്റും തമ്മിലുള്ള റെസിസ്റ്റൻസ് ആണ് നമ്മളിവിടെ കൊണ്ട് മെഷർ ചെയ്യുന്നത്. ഈ എർത്ത് റെസിസ്റ്റൻസിന്റെ വാല്യൂ പല പവർ സ്റ്റേഷനിലും ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് ലാർജ് പവർ സ്റ്റേഷനിൽ 0.5 ആണ്, മേജറിൽ 1 ആണ്, സ്മോൾ സബ് സ്റ്റേഷൻസിൽ അത് 2 ohm ആണ്, അതർ ഏരിയാസിലൊക്കെ ആകെ ഏകദേശം 8 ohm വീതമാണ്. ശരിക്കും ഇതാണ് നമ്മുടെ എർത്ത് റെസിസ്റ്റൻസ് എങ്കിൽ അതിന്റെ എഫക്റ്റ് ഉളവാക്കുന്ന ഈ ഏരിയ, അതായത് ദ റീജിയൻ അറൌണ്ട് ദ എർത്ത് ഇൻ വിച്ച് ദ ഇലക്ട്രോഡ് ഇസ് ഡ്രൈവൺ, അതിനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് ഏരിയ അഥവാ പൊട്ടൻഷ്യൽ ഏരിയ ഓഫ് ദ ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അതേപോലെ ഈ എർത്ത് സിസ്റ്റത്തിന്റെ റെസിസ്റ്റൻസ് പല കാര്യത്തിൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇലക്ട്രോഡിന്റെ ഷേപ്പില്, മെറ്റീരിയലില്, അതേപോലെ ഡെപ്ത് ഓഫ് ദ സോയിൽ അറ്റ് വിച്ച് ദ ഇലക്ട്രോഡ്സിനെ നമ്മൾ ബറി ചെയ്തിരിക്കുന്നതിൻ്റെത്, അതേപോലെ സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓഫ് സോയിൽ, അതായത് ടൈപ്പ് ഓഫ് സോയിൽ, മോയ്സ്ചർ കണ്ടന്റ്, ഇതിലൊക്കെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ പൊട്ടൻഷ്യൽ ഫോൾ മെത്തേഡ് ആണ് നമ്മൾ എർത്ത് റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇതാണ് അതിന്റെ അറേഞ്ച്മെന്റ്. സോ ഇവിടെ ഈ ഇ എന്ന് പറയുന്നതാണ് നമ്മുടെ എർത്ത് ഇലക്ട്രോഡ്, ഈ എ എന്ന് പറയുന്നത് ഒരു ഓക്സിലറി എർത്ത് ഇലക്ട്രോഡ് ആണ്. അതായത് നമ്മൾ ഈ ഇലക്ട്രോഡ് കാരണമുള്ള റെസിസ്റ്റൻസ് ഏരിയയും ഈ ഇലക്ട്രോഡ് കാരണമുള്ള റെസിസ്റ്റൻസ് ഏരിയ ഓവർലാപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഇതിനെ മാക്സിമം ദൂരത്തായിട്ടാണ് വെച്ചിരിക്കുന്നത്. ആൻഡ് ബി എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ഓക്സിലറി ഇലക്ട്രോഡ് ആണ്. ഈ ക്യാപിറ്റൽ ഇയുടെയും എയുടെയും ഓൾമോസ്റ്റ് മിഡിൽ ആയിട്ടായിരിക്കും നമ്മൾ ബി മെഷർ ചെയ്യുന്നത്, ബി കെപ്റ്റ് ചെയ്യുന്നത്. ആൻഡ് നമ്മൾ ഇ ടു എ ഫ്ലോ ചെയ്യുന്ന കറണ്ട് മെഷർ ചെയ്യും, ആൻഡ് ഇ ടു ബി ഉള്ള വോൾട്ടേജ് ആണ് നമ്മൾ മെഷർ ചെയ്തിട്ട് V/I ചെയ്താണ് നമ്മൾ എർത്ത് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത്. സോ ഈ ഇലക്ട്രോഡുകളുടെ അടുത്തുള്ള കറണ്ട് ഡെൻസിറ്റി ഭയങ്കര കൂടുതലായിരിക്കും, ദൂരോട്ട് പോകുന്നതിനനുസരിച്ച് കറണ്ട് ഡെൻസിറ്റി കുറയും. ആൻഡ് നമുക്ക് കാണാൻ പറ്റും ഈ VEB എന്ന് പറയുന്ന വോൾട്ടേജ് നമ്മളുടെ ഇയുടെ അടുത്തുനിന്ന് ദൂരോട്ട് പോകുന്നതിനനുസരിച്ച് അത് ഇങ്ങനെ കൂടി വന്നിട്ട് ഏകദേശം മിഡ് പൊസിഷനിലൊക്കെ അത് ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എ എടുത്തോട്ട് പോകുന്തോറും പിന്നെ ആ കോൺസ്റ്റൻസി മാറിയിട്ട് അത് കൂടി പൊക്കോണ്ടേയിരിക്കും. സോ ഇങ്ങനെയാണ് എർത്ത് റെസിസ്റ്റൻസ് പോകുന്നത്. ഇത് ഇൻഡക്റ്റൻസ് മെഷർമെന്റ് ആണ്. ഇൻഡക്റ്റൻസ് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് മാക്സ്വെൽസ് ഇൻഡക്ഷൻ ബ്രിഡ്ജ് ആണ്. സോ അതിന്റെ അറേഞ്ച്മെന്റ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഏകദേശം വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജിന് സിമിലർ ആയിട്ട് തന്നെയാണ്. പക്ഷേ ഇവിടെ നമുക്ക് L1 എന്ന് പറയുന്ന ഒരു അൺനോൺ സെൽഫ് ഇൻഡക്റ്റൻസ് ഉണ്ട്. അത് ഈ R1ന്റെ അൺനോൺ സെൽഫ് ഇൻഡക്റ്റൻസ് ആണ്. R1ഉം നമുക്കറിയത്തില്ല. ആൻഡ് ഇതാണ് നമ്മുടെ അൺനോൺ ആം AB. ഈ ADയിലുള്ള R2 എന്ന് പറയുന്ന റെസിസ്റ്ററിന്റെ ഇൻഡക്റ്റൻസ് ആണ് L2. അത് നമുക്ക് വേരി ചെയ്യാൻ പറ്റും. ആൻഡ് ഈ BCന്നും DC പറയുന്ന ആംസ് പ്യുവർലി റെസിസ്റ്റീവ് ആണ്. സോ ഇവിടെ നമ്മൾ ബാലൻസിങ് കണ്ടീഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇൻഡക്റ്റൻസ് ഒക്കെ വേരി ചെയ്തുകൊണ്ട് ബാലൻസ് ചെയ്ത് കഴിയുമ്പോൾ ഈ ബിയിലെയും ഡിയിലെയും പൊട്ടൻഷ്യൽസ് സെയിം ആവും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ E1 എന്ന് പറയുന്നത് E2ന് ഈക്വൽ എന്നും E3 എന്ന് പറയുന്നത് E4ന് ഈക്വൽ ആണെന്നും നമുക്ക് പറയാം. സോ അങ്ങനെ ഈക്വൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് the current which is flowing through AB, that is I1 into അവിടുത്തെ total impedance, that is R1 plus j omega L1 എന്ന് പറയുന്നത് I2 into R2 plus j omega L2 ആണ്. Similarly ഇവിടെ I1 into R3 എന്ന് പറയുന്നത് I2 into R4 ആണ്. സോ നമ്മൾ ആ രണ്ട് ഇക്വേഷനിൽ നിന്നും AB ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് റിയൽ പാർട്സും ഇമാജിനറി പാർട്സും ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും L1 എന്ന് പറയുന്നത് R3/R4 into L2 ആണെന്നും R1 എന്ന് പറയുന്നത് R2/R4 into R3 ആണെന്നും. സിമ്പിൾ ആണ്, വെറുതെ നമ്മൾ ബാലൻസിങ് കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നു. അതാണ് മാക്സ്വെൽസ് ഇൻഡക്ഷൻ ബ്രിഡ്ജ്. അടുത്തത് കപ്പാസിറ്റൻസ് മെഷർമെന്റ് ആണ്. അതിന് നമ്മൾ മോസ്റ്റ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന AC ബ്രിഡ്ജ് ആണ്, ഷെറിങ്സ് ബ്രിഡ്ജ്. സോ ഇവിടെ വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് പോലെ തന്നെ ഉള്ള ഒരു അറേഞ്ച്മെന്റ് ആണ്. സോ ഇവിടുത്തെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ AB എന്ന് പറയുന്ന ആമിൽ നമുക്ക് C1 എന്ന് പറയുന്ന ഒരു കപ്പാസിറ്റർ ഉണ്ട്, ഹൂസ് കപ്പാസിറ്റൻസ് ഇസ് ടു ബി ഡിറ്റർമൈൻഡ്. R1 എന്ന് പറയുന്ന ഒരു സീരീസ് റെസിസ്റ്റൻസ് ആണ്, വിച്ച് ഇസ് റെപ്രസെന്റിംഗ് ദ ലോസ് ഓഫ് ദ കപ്പാസിറ്റൻസ് ഓഫ് ദ C1. ആൻഡ് C2 എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് കപ്പാസിറ്റർ ആണ്. R3 എന്ന് പറയുന്നത് ഒരു നോൺ ഇൻഡക്റ്റീവ് റെസിസ്റ്റർ ആണ്. C4 എന്ന് പറയുന്ന ഒരു വേരിയബിൾ കപ്പാസിറ്റർ ആണ്. ആൻഡ് R4 എന്ന് പറയുന്നത് ഈ വേരിയബിൾ കപ്പാസിറ്ററിന് പാരലൽ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു നോൺ ഇൻഡക്റ്റീവ് റെസിസ്റ്റർ ആണ്. സോ ഇവിടെയും നമ്മൾ ഈ ഡിറ്റക്ടറിൽ കൂടെ ഉള്ള കറണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് 0 ആക്കി കഴിഞ്ഞാൽ E1 എന്ന് പറയുന്നത് E3ക്ക് ഈക്വൽ ആകും, E2 എന്ന് പറയുന്നത് E4ന് ഈക്വൽ ആകും. സോ അങ്ങനെ നമ്മൾ റിയൽ പാർട്സും ഇമാജിനറി പാർട്സും എഴുതി ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും R1 എന്ന് പറയുന്നത് R3/R4/C2 എന്നും C1 എന്ന് പറയുന്നത് C2 into R4/R3 എന്നും.
അടുത്തതാണ് വെയിൻസ് ബ്രിഡ്ജ്. വെയിൻസ് ബ്രിഡ്ജ് നമ്മൾ ഉപയോഗിക്കുന്നത് അൺനോൺ ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഏകദേശം ഒരു 100 ഹേർട്സ് മുതൽ 100 കിലോ ഹേർട്സ് വരെയൊക്കെ നമുക്ക് വെയിൻസ് ബ്രിഡ്ജ് ഉപയോഗിച്ച് ഫ്രീക്വൻസി മെഷർ ചെയ്യാൻ പറ്റും. ഇതിന്റെ ആക്യുറസി എന്ന് പറയുന്നത് ഏകദേശം 0.1 to 0.5% ആണ്. സോ ഇതാണ് വെയിൻസ് ബ്രിഡ്ജിന്റെ അറേഞ്ച്മെന്റ്. ഈ ഡിറ്റക്ടറിൽ കൂടെയുള്ള കറണ്ട് നമ്മൾ ബാലൻസ് ചെയ്യുന്ന, അതായത് സീറോ ആക്കിയാണ് നമ്മൾ വെയിൻസ് ബ്രിഡ്ജിലും ഫ്രീക്വൻസി മെഷർ ചെയ്യുന്നത്. സോ ബാലൻസിങ് കണ്ടീഷനിൽ എത്തുമ്പോൾ നമ്മുടെ ഈ V1 എന്ന് പറയുന്ന V2 ഈക്വൽ ആവും, V3 എന്ന് പറയുന്ന V4 ഈക്വൽ ആകും. നമ്മൾ റിയൽ പാർട്സും ഇമാജിനറി പാർട്സും ഇക്വേറ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ പറ്റും. സോ അങ്ങനെയാണ് നമ്മൾ വെയിൻസ് ബ്രിഡ്ജ് ഉപയോഗിച്ച് ഫ്രീക്വൻസി മെഷർമെന്റ് നടത്തുന്നത്. കാലിബ്രേഷൻ ഓഫ് വോൾട്ട് മീറ്റർ യൂസിങ് പൊട്ടൻഷ്യോമീറ്റർ ആണ് അടുത്തത്. സോ ഈ കാണിച്ചിരിക്കുന്ന പോലെയാണ് സർക്യൂട്ട് അറേഞ്ച്മെന്റ്. സോ ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിക്വയർമെന്റ് എന്ന് പറയുന്നത് ഒരു സ്യൂട്ടബിൾ സ്റ്റേബിൾ DC വോൾട്ടേജ് സപ്ലൈ ആണ്. സോ ഇവിടെ നമുക്ക് ഒരു പൊട്ടൻഷ്യൽ ഡിവൈഡർ ഉണ്ട്. സോ ഈ പൊട്ടൻഷ്യൽ ഡിവൈഡറിൽ 2 റിയോസ്റ്റാറ്റുകളുണ്ട്. ഒന്ന് കോസ് അഡ്ജസ്റ്റ്മെന്റിനും ഒന്ന് ഫൈൻ അഡ്ജസ്റ്റ്മെന്റിനും വേണ്ടിയിട്ടാണ്. സോ ഈ കൺട്രോളുകൾ നമ്മൾ ഈ സപ്ലൈയിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. ആൻഡ് വിത്ത് അതിന്റെ ഹെൽപ്പോട് കൂടിയാണ് നമ്മൾ ഈ വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. സോ അങ്ങനെ നമുക്ക് വോൾട്ട് മീറ്ററിൽ ഒരു റീഡിങ് കിട്ടും. ആൻഡ് നമ്മൾ ഈ സെയിം വോൾട്ടേജ് തന്നെ ഒരു വോൾട്ടേജ് റേഷ്യോ ബോക്സിലേക്ക് കൊടുത്തിട്ടാണ് പൊട്ടൻഷ്യോമീറ്ററിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഈ പൊട്ടൻഷ്യോമീറ്ററും ഈ വോൾട്ടേജിന്റെ ട്രൂ റീഡിങ് തന്നെ നമുക്ക് തരും. സോ ഈ 2 റീഡിങ്സും കമ്പയർ ചെയ്തുകൊണ്ട് നമുക്ക് വോൾട്ട് മീറ്റർ കാലിബ്രേറ്റ് ചെയ്യാൻ പറ്റും. അടുത്തതാണ് അമ്മീറ്ററിന്റെ കാലിബ്രേഷൻ. സോ ഇവിടെയും ഫൈൻ അഡ്ജസ്റ്റ്മെന്റും കോസ് അഡ്ജസ്റ്റ്മെന്റും ഒരു സ്റ്റേബിൾ DC സപ്ലൈ ഒക്കെ ഉണ്ട്. ഇതാണ് അതിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റ് കാലിബ്രേറ്റ് ചെയ്യാൻ. സോ ഈ അമ്മീറ്ററിൻ്റെയോട് സീരീസ് ആയിട്ട് നമ്മളൊരു സ്റ്റാൻഡേർഡ് നോൺ വാല്യൂ ഓഫ് റെസിസ്റ്റൻസിനെ കണക്ട് ചെയ്യും. എന്നിട്ട് അതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് നമ്മൾ പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ച് മെഷർ ചെയ്യും. സോ ആ വോൾട്ടേജും റെസിസ്റ്റൻസിന്റെ വാല്യൂ അറിയാവുന്നതുകൊണ്ട് നമുക്ക് ട്രൂ വാല്യൂ ഓഫ് കറണ്ട് പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ച് അങ്ങനെ കണ്ടുപിടിക്കാം. ആൻഡ് അമ്മീറ്ററും ഒരു കറണ്ടിന്റെ വാല്യൂ തരുന്നുണ്ട്. സോ അങ്ങനെയാണ് നമ്മൾ അമ്മീറ്ററിന്റെ കാലിബ്രേഷൻ നടത്തുന്നത്. നെക്സ്റ്റ് ഇസ് വാട്ട് മീറ്ററിന്റെ കാലിബ്രേഷൻ. സോ ഇവിടെ വാട്ട് മീറ്ററിന്റെ കറണ്ട് കോയിൽ നമ്മളൊരു സെപ്പറേറ്റ് ലോ വോൾട്ടേജ് സപ്ലൈയിലേക്കാണ് കൊടുക്കുന്നത്, ഒരു സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസിൽ കൂടെ. ആൻഡ് അമ്മീറ്റർ നമ്മൾ അവിടെയാണ് ഫിക്സ് ചെയ്യുന്നത്. സോ ദ കറണ്ട് ത്രൂ ദ കറണ്ട് കോയിൽ ഇസ് മെഷർഡ് യൂസിങ് ദ അമ്മീറ്റർ. നമ്മളൊരു സെപ്പറേറ്റ് ലോ വോൾട്ടേജ് സപ്ലൈ കൊടുക്കുന്നത് കൊണ്ട് തന്നെ അവിടെ ഉപയോഗിക്കുന്ന പവർ അല്ലെങ്കിൽ അവിടെ ഡെസിപ്പേറ്റ് ചെയ്യുന്ന പവർ വളരെ കുറവായിരിക്കും, ലോ വോൾട്ടേജ് സപ്ലൈ ആയതുകൊണ്ട്. ആൻഡ് പ്രഷർ കോയിൽ നമ്മളൊരു ഹൈ വോൾട്ടേജ് സപ്ലൈയിലാണ് കൊടുക്കുന്നത്. അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിവൈഡർ ഒക്കെ വെച്ച് സാധാരണ വോൾട്ട് മീറ്ററിന്റെ ചെയ്യുന്ന പോലെ തന്നെ ഒരു വോൾട്ട് മീറ്റർ ഒക്കെ വെച്ച് നമ്മൾ പ്രഷർ കോയിലിൽ കൂടെയുള്ള വോൾട്ടേജ് മെഷർ ചെയ്യും, അക്രോസ് ഉള്ള വോൾട്ടേജ് മെഷർ ചെയ്ത്. ആൻഡ് ദറ്റ് സെയിം വോൾട്ടേജ് ഒരു വോൾട്ട് റേഷ്യോ ബോക്സിൽ കൂടെയാണ് പൊട്ടൻഷ്യോമീറ്ററിലേക്ക് സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് കൊടുക്കുന്നത്. സോ അപ്പൊ ഈ വോൾട്ടേജിന്റെയും കറണ്ടിന്റെയും വാല്യൂ വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? പവർ കണ്ടുപിടിക്കാം, V/I എന്ന ഇക്വേഷൻ ഉപയോഗിച്ച്. അതേപോലെ വാട്ട് മീറ്ററും ഒരു പവറിന്റെ റീഡിങ് തരും. സോ അത് കമ്പയർ ചെയ്ത് നമുക്ക് വാട്ട് മീറ്ററും കാലിബ്രേറ്റ് ചെയ്യാൻ പറ്റും. കറണ്ട് കോയിലിനും പ്രഷർ കോയിലിനും സെപ്പറേറ്റ് ആയിട്ട് പവർ സപ്ലൈ കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഫാൻഡം ലോഡിംഗ് എന്ന് പറയുന്നത്. ആണ് സ്പിയർ ഗ്യാപ്സ്. സ്പിയർ ഗ്യാപ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പീക്ക് വോൾട്ടേജ് മെഷർമെന്റ് ആണ് ഇവർ ഉപയോഗിക്കുന്നത്. ശരിക്കും 2 മെറ്റൽ സ്പിയേഴ്സിനെ ഒരു എയർ ഗ്യാപ്പിൽ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അറേഞ്ച്മെന്റ് ആണ് സ്പിയർ ഗ്യാപ്സ് എന്ന് പറയുന്നത്. സോ ഇവരെ ഡിസൈൻ ചെയ്തിരിക്കുന്ന രീതി എന്ന് വെച്ചാൽ ഇവരുടെ ഇടയിലുള്ള ബ്രേക്ക് ഓവർ വോൾട്ടേജ് എയറിന്റെ ബ്രേക്ക് ഓവർ വോൾട്ടേജിനൊക്കെ എക്സീഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ഈ സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന കാരണം അയോണൈസേഷൻ സംഭവിക്കുകയും കണ്ടക്ഷൻ നടക്കുകയും ചെയ്യും. സോ ഈ ഒരു മെക്കാനിസം ഉപയോഗിച്ചാണ് നമ്മൾ മെഷർ ചെയ്യുന്നത് പീക്ക് വോൾട്ടേജുകൾ. സോ ഇത് ഉപയോഗിച്ച് നമുക്ക് AC DC പീക്ക് വോൾട്ടേജുകൾ അതേപോലെ ഇമ്പൾസ് വോൾട്ടേജിലൊക്കെ മെഷർ ചെയ്യാം. സോ ഇവിടെ ഒരു യൂണിഫോം ഫീൽഡ് സ്പാർക്ക് ഗ്യാപ്പിൽ ഒരു സ്പാർക്ക് ഓവർ വോൾട്ടേജ് ഉണ്ടാവും ഒരു പർട്ടിക്കുലർ കണ്ടീഷനിൽ. ഒരു ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 30 കിലോ വോൾട്ട് സ്പാർക്ക് ഓവർ വോൾട്ടേജ് ആയിരിക്കും 1 സെന്റിമീറ്റർ ആവുന്നുള്ളത്. അത് ടെമ്പറേച്ചറും പ്രഷറും ഒക്കെ അതിന് ബാധകമാണ്. ഏകദേശം ഒരു 20 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറും 760 ടൺസ് ഓഫ് പ്രഷറിലും ആണ് 1 സെന്റിമീറ്റർ സ്പേസിംഗും ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന സ്പാർക്ക് ഓവർ വോൾട്ടേജ് 30 കിലോ വോൾട്ട് ആയിരിക്കും. സോ സ്പേസിംഗ് മാറുന്നതിനനുസരിച്ച് സ്പാർക്ക് ഓവർ വോൾട്ടേജ് മാറും. സോ നമ്മളൊരു ടേബിളിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ മെഷർമെന്റ് നടത്തുന്നത്. സോ ഇവിടുത്തെ വോൾട്ടേജ് മെഷർമെന്റ് മെയിൻലി ഡിപ്പെൻഡ് ചെയ്യുന്നത് സ്പിയറിന്റെ ഡയമീറ്ററിനെയും ഗ്യാപ്പ് ഡിസ്റ്റൻസിനെയൊക്കെയാണ്. ഇനി ഈ സ്പാർക്ക് ഓവർ വോൾട്ടേജിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് നമ്മുടെ അടുത്തുള്ള എർത്ത് ഒബ്ജക്ട്സ്, അതേപോലെ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് മാറിയാലും ഈ സ്പാർക്ക് ഓവർ വോൾട്ടേജ് മാറും. അതേപോലെ ഇറേഡിയേഷൻസ് ബൈ അൾട്രാ വയലറ്റ് ഓർ എക്സ്റേ റേഡിയേഷൻസ്, അങ്ങനത്തെ റേഡിയേഷൻസ് ഒക്കെ വരുമ്പോൾ
അയണൈസേഷൻ അവരുടെ ഭാഗമായിട്ടും സംഭവിക്കുകയും അത് കാരണമുള്ള എററുകൾ ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ പൊളാരിറ്റി ആൻഡ് റൈസ് ടൈം ഓഫ് ദ വോൾട്ടേജ് വേവ് ഫോം ഇസ് ഓൾസോ അഫക്റ്റിംഗ് സ്പാർക്ക് ഓവർ വോൾട്ടേജ്.